അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി ഷെയ്ഖായ ഹാഫിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുള്ളയുടെ കൂടെ കൂടി അബ്ദുള്ള പറയുന്ന കളവുകളും കുഫ്രിയത്തും പേറിക്കൊണ്ട് ചില മൗലവിമാർ പലതും ഛർദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ഇവരാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അത് ജനങ്ങൾ ഏറ്റെടുത്തെന്ന് ബോധ്യമായപ്പോൾ പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും തെറിവിളിക്കുന്ന രംഗങ്ങളാണ് കുരുവട്ടൂരി നൗഷാദിൽ നിന്നും കുഞ്ഞാടുകളിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. നൗഷാദ് കുരുവട്ടൂരിയും അവന്റെ ഷെയ്ഖായ ഹാഫിദ് എന്ന അബ്ദുള്ളയും പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും കുരുത്തക്കേട് സമ്പാദിച്ചവരാണെന്ന് പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് ഹാലളകാൻ തുടങ്ങി. ഞങ്ങൾ CM വലിയുള്ളാഹിയുടെ ആളുകളാണെന്ന് പറഞ്ഞവർ CM വലിയുള്ളാഹിയെ പോലും തള്ളിപ്പറയുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഔലിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും കുരുത്തക്കേട് വാങ്ങിക്കൂട്ടിയവരാണ് കുരുവട്ടൂരി നൗഷാദും കുരുവട്ടൂരി ഹാഫിദുമെന്ന് തെളിവ് സഹിതം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ CM വലിയുള്ളാഹി ആശീർവദിച്ച അവരോടൊപ്പം കൂടിയാൽ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കുരുത്തം കെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൗഷാദ് ഇറക്കിയ ഒരു കുഞ്ഞനുണ്ട്. നൗഷാദ് പറയുന്നത് അപ്പടി മനപ്പാടമാക്കി അതങ്ങനെ തന്നെ യൂട്യൂബിൽ ഛർദിക്കുന്ന ഒരു കുഞ്ഞനാണ്. എന്തെങ്കിലും പുതിയതുണ്ടാകുമോ എന്ന് കരുതി നമ്മളൊക്കെ കേട്ടു നോക്കുമ്പോൾ തലേന്ന് ഇവന്റെ ഷെയ്ഖായ കുരുവട്ടൂരി നൗഷാദ് പറഞ്ഞത് അപ്പടി തന്നെ പകർത്തുന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വേറൊരു തലയെക്കെട്ടുകാരനും കൂടി പറഞ്ഞാൽ അത് ജനം വിശ്വസിക്കുമെന്ന മൂഢമായ ഒരു വിശ്വാസം നൗഷാദ് കുരുവട്ടൂരിക്കുണ്ടായത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഏതായിരുന്നാലും ആ കുഞ്ഞന്റെ സംസാരമൊന്ന് നമുക്ക് കേൾക്കാം. ഓരോ കാലഘട്ടത്തിലേക്കും അയക്കപ്പെടുന്ന ഹബീബായ തങ്ങളുടെ പിന്മുറക്കാരായ മഹത്തുക്കളായ മശായിഖന്മാർ അവരോടൊപ്പം നിൽക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുരുവട്ടൂരി നൗഷാദും കുരുവട്ടൂരി ഹാഫിദ് എന്ന അബ്ദുള്ളയും അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ നിങ്ങളെപ്പോലെ പണ്ഡിതന്മാരെയും മശായിഖന്മാരെയും തള്ളുന്നവരാണെന്ന നുണപ്രചരണം അയച്ചു വിട്ടത് കൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഹാഫിദിനെ ഞങ്ങൾ ഷെയ്ഖായി അംഗീകരിക്കാത്തത്? അത് താങ്കൾ തന്നെ പറയുന്നതാണ് നല്ലത്. ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ മുഅ്തസിലിയാക്കളും കുഫ്രിയത്ത് വാദമുള്ളവരുമാക്കി ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ രൂപത്തിൽ സംസാരിക്കുന്നവരെ കുഫ്രിയത്ത് വാദമുള്ളവരും മുഅ്തസിലി വാദമുള്ളവരുമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വിളിക്കുന്നു ഞങ്ങൾ ഉസ്താദവറുകൾ 1500 കിലോമീറ്റർ അപ്പുറത്താണ് റൗള എന്ന് പറഞ്ഞ് കേട്ടവരാണ് ഹാജരാക്കിയാൽ നിങ്ങൾ പറഞ്ഞ പണി ഞങ്ങൾ എടുക്കാം. നമുക്കൊന്ന് കേൾക്കാം. കുരുവട്ടൂർ ഹാഫിൽ അബ്ദുൽ ഹക്കീം അഥവാ ഹാഫിൽ ഉസ്താദ്, അദ്ദേഹവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന റൗള, അവിടെ നിന്നും 1500 കിലോമീറ്റർ താഴെ വഫാത്തായി പോയ പ്രവാചകരും സ്വഹാബാക്കളും ഔലിയാക്കളും തുടങ്ങി മഹാന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയും അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും വലിയ സംഗമം നടക്കാറുമുണ്ട്. അവിടെ ഞാനും പോയിട്ടുണ്ട്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും അവിടെയാണ് ഉണ്ടാവാറ്. ഹാഫിദിന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകളാണ്. ഇപ്പോൾ റൗള ഉള്ള സ്ഥലത്ത് വല്ലപ്പോഴുമാണ് ഉണ്ടാവാറ്. ഇവിടെ ഉള്ള സമയത്ത് സിയാറത്ത് ചെയ്യുന്നവർക്ക് സലാം ചെല്ലുന്നവർക്ക് ഭാഗ്യം എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് ഞാൻ കേട്ടതാണ്. ഇത് കേട്ട പലരുമുണ്ട്. വലിയ ഷെയ്ഖായി കുരുവട്ടൂരി നൗഷാദും കുഞ്ഞനും കൊണ്ട് നടക്കുന്ന ഹാഫിദിന്റെ തിരുവായിൽ നിന്ന് കേട്ട വർത്തമാനങ്ങളാണ് അനുഭവസ്ഥർ പങ്കുവെക്കുന്നത്. അങ്ങനെ പറയുന്ന ഒരാൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നൗഷാദ് തന്നെ പറയട്ടെ. മദീനയുടെ 1500 അടി അല്ലെങ്കിൽ കിലോമീറ്റർ അപ്പുറത്താണ് റൗള എന്നൊരാൾ പറഞ്ഞ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്?
ഈ കുട്ടികളെ നിങ്ങളോട് പറയേണ്ടി വന്നല്ലോ. എന്ത് തോന്നിവാസവും പറയാതെ അവിടെ വന്നിട്ട് മുരീദന്മാരാകുന്ന കുട്ടികള് ഷെയ്ഖാകുന്ന ഹാഫിദിന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഹാഫിദ് എന്താണത് മനസ്സിലാക്കാത്തത്? ഇങ്ങനെ ഒരാൾ വാദിച്ചാൽ കാഫിറാകുമെന്നാണ് കുട്ടി മുരീദായ നൗഷാദ് പറയുന്നത് ഷെയ്ഖായ ഹാഫിദിനെ കുറിച്ച്. അബ്ദുസലാം സുല്ലമിയുടെയും സക്കരിയ സ്വലാഹിയുടെയും ഒക്കെ വിഷലിപ്തമായ ആശയങ്ങൾ അവർക്ക് ശേഷം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവരിൽ നിന്ന് അച്ചാരം വാങ്ങി രംഗത്ത് വന്ന വാളക്കുളം മൗലവി. അപ്പോൾ കുഞ്ഞൻ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ മാത്രമല്ല, ഹാഫിദിന്റെ മുരീദായ നൗഷാദും പറഞ്ഞിട്ടുണ്ട് ഹാഫിദിന്റെ വാദം കുഫ്രിയത്താണെന്ന്. ഇനി അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. അടുത്തത് പറ. പിന്നെ മശായിഖന്മാർ ആരായിരിക്കും മശായിഖന്മാർ? അവർ നമ്മുടെ കാഴ്ചയിൽ ദർസിലും മദ്രസകളിലൊക്കെ പോയി ആ രൂപത്തിൽ പഠിച്ച ആളുകളായിരിക്കുമോ? ഒരിക്കലും ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു മദ്രസയിലോ ദർസിലോ പോകാത്ത ഉമ്മിയായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്മുറക്കാരാണ് മശായിഖന്മാർ. അവർ പലപ്പോഴും ഹബീബായ തങ്ങളെപ്പോലെ ഉമ്മിയായിരിക്കും. കുഞ്ഞമ്മൂലിയാരെ, ഹാഫിദ് എവിടെ കിടക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ കിടക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് ലഭിക്കുമ്പോൾ ഉമ്മിയാണെങ്കിലും ഹാഫിദ് പറഞ്ഞതുപോലെ വിവരക്കേട് പറഞ്ഞിട്ടില്ല. ഹാഫിദ് പറഞ്ഞതുപോലെ കാഫിറാകുന്ന വാചകം പറഞ്ഞിട്ടില്ല. എന്നാൽ ഹാഫിദിനെ നിങ്ങളൊക്കെ വലിയ ഷെയ്ഖായി അവരോധിച്ചതിന് ശേഷമാണ് വിവരക്കേടുകൾ പറഞ്ഞു തുടങ്ങിയത്. താൻ ഉയർന്ന പദവിയിലുള്ളയാളാണ്, തന്നെക്കാളും വലിയവരാരും ഈ ഭൂമി ലോകത്തില്ല എന്ന് കുരുവട്ടൂരി മുരീദന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാഫിറാകുന്ന വാചകം പറഞ്ഞിട്ടുള്ളത്. ഹാഫിദ് ഷെയ്ഖായി കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഹാഫിദിന്റെ ജീവിതത്തിൽ നാട് വിട്ടിരുന്നൊരു ചരിത്രമുണ്ട്. അത് കുഞ്ഞൻ മുസ്ലിയാർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഹാഫിദിന്റെ നാട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. വിസ തട്ടിപ്പിലൂടെ ഒരുപാട് പേരുടെ പണം ഹാഫിദിന്റെ കയ്യിലാവുകയും ചെയ്തപ്പോൾ അവിടെ നിൽക്കക്കള്ളിയില്ലാതെയാണ് നാട് വിടുന്നത്. പിന്നെ തിരിച്ചു വരുന്നത് വലിയ ഷെയ്ഖായിട്ടാണ്. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയാണ് നിങ്ങളുടെ ഷെയ്ഖായ ഹാഫിദ് എന്നും പറഞ്ഞ് സ്വയം പേക്കാതിരിക്കുക. അപ്പൊ ഇനി ചോദിക്കും, ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ ദർസിൽ പഠിച്ചതായിട്ടുള്ള ചരിത്രമുണ്ടല്ലോ. പോകട്ടെ, ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തന്നെ ദർസിലും മദ്രസകളിലും ഒക്കെ പഠിച്ച കഥകളുണ്ടല്ലോ. അവരാരും ഈ ലോകത്ത് വന്ന് ദർസ് പഠിച്ച് അതിനനുസരിച്ച് ജീവിച്ച് വിലായത്ത് കരസ്ഥമാക്കിയവരല്ല. ബാവാമുദു ഇന്ന് ഖുതുബായി വന്നവർ. ഗൗസുൽ ആലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഖുതുബാണ്. പിന്നെ അവർ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പല അസ്റാറുകളും ഉണ്ടാകും. അത് നമുക്കറിയില്ല. അറിയാത്തതിനെ കുറിച്ച് പറഞ്ഞ് പുണ്ണാക്കേണ്ട ചങ്ങായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പച്ച നുണ പറഞ്ഞ ഹാഫിദിനോട് ചോദിച്ചുകൂടായിരുന്നോ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ വിഷയത്തിലും എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞു തരണം, ഞങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കോളാം, അത് ഞങ്ങൾ യൂട്യൂബിൽ വന്ന് ഛർദിച്ചോളാം, അതിനായി എന്തെങ്കിലും ഒരു കളവ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞു തരണം, എന്നാലേ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഹാഫിദിന്റെ കയ്യിൽ ഇനിയും ഒരുപാട് കളവുകൾ സ്റ്റോക്ക് ഉണ്ടാകുമല്ലോ. ഇവർ പറയുന്നു ഞങ്ങൾ കുറച്ച് ഉസ്താദുമാരെ പിൻപറ്റിക്കോളൂ, എന്നാൽ ജീവിതം വിജയിക്കും, ഞങ്ങളാണ് കാലഘട്ടത്തിലെ മശായിഖന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ആളുകളെ ഇവർ പരിചയപ്പെടുത്താണ്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാലഘട്ടത്തിലുള്ള മശായിഖന്മാർ, മഹാന്മാരായ ആലിമീങ്ങൾ, അവരെ പിൻപറ്റണം. താജുൽ ഉലമയെ പിൻപറ്റണം, സുൽത്താനുൽ ഉലമയെ പിൻപറ്റണം, റഈസുൽ ഉലമയെ പിൻപറ്റണം. എങ്ങനെയുണ്ട് കുഞ്ഞമ്മൂലിയാരെ? ഞാനും എന്റെ നൗഷാദ് ഷെയ്ഖും അവന്റെ ഷെയ്ഖ് ഹാഫിദ് ഷെയ്ഖും CM വലിയുള്ളാഹിയുടെ ആളാണെന്ന് പറഞ്ഞാ പോരാ. CM വലിയുള്ളാഹി പറഞ്ഞത് എന്താണെന്ന് പഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. CM വലിയുള്ളാഹി പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ താജുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുന്നത്, ഞങ്ങൾ AP ഉസ്താദിന്റെ പിന്നിൽ നിൽക്കുന്നത്. അവരോടൊപ്പം നടന്നു നീങ്ങിയാൽ അത് ചെന്നെത്തുന്നത് സ്വർഗത്തിലേക്കാണെന്ന് CM വലിയുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നൗഷാദ് പണ്ട് പ്രസംഗിച്ച ആ പ്രസംഗമൊക്കെ കേൾക്കുന്നത്
വളരെ നന്നായിരിക്കും. അല്ലാതെ ഹാഫിദിന്റെ കൂടെ കൂടണമെന്നോ ഹാഫിദിന്റെ കൂടെ കൂടിയാൽ എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കാണെന്ന് CM വലിയുല്ലാഹി പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് CM വലിയുല്ലാഹിയുടെ പ്രധാനപ്പെട്ട മുരീദായ വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹാഫിദ് കാട്ടുകള്ളനാണെന്നാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും വിശ്വേസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോ പറഞ്ഞിട്ടുള്ളോ അവൻ കാട്ടുകള്ളനാണ്. അത് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് സലാം മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറബർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂര് ആഫിദ് കള്ളൻ, ലോക കള്ളനൊക്കെ കാട്ട്. വൈലത്തൂർ തങ്ങളെ വാക്ക് നിങ്ങൾക്ക് ഹെല്ല് ചെയ്യാൻ കഴിയില്ല. വൈലത്തൂർ തങ്ങളോടാണ് CM വലിയുല്ലാഹി പറഞ്ഞത് AP ഉസ്താദിന്റെ കൂടെ കൂടിയാൽ എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കാണെന്ന്. ആ വൈലത്തൂർ തങ്ങളാണ് പറഞ്ഞത് ഹാഫിദ് കാട്ടുകള്ളനാണെന്ന്. വൈലത്തൂർ തങ്ങൾ കാട്ടുകള്ളനാണെന്ന് പറഞ്ഞ ഹാഫിദിന്റെ കൂടെയാണോ ഞങ്ങൾ നിൽക്കേണ്ടത്? അതല്ല CM വലിയുല്ലാഹി AP ഉസ്താദിന്റെ കൂടെ കൂടിയാൽ എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞവരോടൊപ്പമാണോ ഞങ്ങൾ ചേർന്ന് നടക്കേണ്ടത്? CM വലിയുല്ലാഹി ആശീർവദിച്ച താജുൽ ഉലമയോടൊപ്പം കാന്തപുരം ഉസ്താദിനോടൊപ്പം ഞങ്ങൾ ചേർന്ന് നടന്നതിന്റെ പേരിൽ കാട്ടുകള്ളൻ എന്ന് വൈലത്തൂർ തങ്ങൾ പറഞ്ഞ ഹാഫിദിന്റെ അനുയായികൾ ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയവുമില്ല. കാരണം ഞങ്ങൾ സ്വർഗം കൊതിക്കുന്നവരാണ്. പിന്നെ എന്തിന്റെ പേരിലായിരുന്നോ നിങ്ങൾ EK ഉസ്താദിനെയും കണ്ണിയത്ത് ഉസ്താദിനെയും ചീത്ത വിളിച്ചത്? കുഞ്ഞമ്മൂലിയാർ ഇവിടെ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണമാണ് കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും ചീത്ത പറഞ്ഞു എന്ന്. ആരാണങ്ങനെ ചീത്ത പറഞ്ഞതെന്ന് താങ്കൾ തെളിയിക്കണം. ഹാഫിദിനെ പോലെ നുണ പറയുന്ന ഒരാളായി താങ്കളും മാറരുത്. നൗഷാദ് കുരുവട്ടൂരിയുടെ നാദാപുരത്തെ പ്രഭാഷണം മനഃപ്പാടമാക്കി പറയുമ്പോൾ ഈ തെളിവ് കൂടി ഹാജരാക്കിയാൽ നല്ലതായിരുന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. കുട്ടി ഹസൻ ദാരിമിയെ പോലെയുള്ള ആരെങ്കിലും പറഞ്ഞതല്ല തെളിവായി കൊണ്ടുവരേണ്ടത്. കുട്ടി ഹസൻ ദാരിമി നിങ്ങളെക്കുറിച്ചും അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുമോ? കുട്ടി ഹസൻ ദാരിമി പറഞ്ഞത് തെളിവാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് കുട്ടി ഹസൻ ദാരിമി പറഞ്ഞത് തെളിവാണോ എന്നുകൂടി നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അപ്പോ അല്ലാഹുവുമായി ഒരു ബന്ധവുമില്ലാത്ത, ഹബീബായ തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങിയ ചില ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ കാലഘട്ടത്തിലെ മശായിഖന്മാരാണെന്ന് പറയുക? കുരുവട്ടൂരിസത്തിന്റെ ആദ്യ സമയത്ത് കാന്തപുരം ഉസ്താദിനെയും ഉള്ളാൾ തങ്ങളെയും CM വലിയുല്ലാഹിയെയും ആക്ഷേപിക്കാനും തരം താഴ്ത്താനും അപമാനിക്കാനും ഇവർ മടിച്ചു നിന്നെങ്കിൽ, ഒരു വേള അവരുടെ മദ്ഹ് പറയാൻ അവർ തയ്യാറായെങ്കിൽ, ഇപ്പോൾ പച്ചക്ക് തന്നെ ഉള്ളാൾ തങ്ങളെയും കാന്തപുരം ഉസ്താദിനെയും CM വലിയുല്ലാഹിയെയും ഒക്കെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ ആത്മാവ് കഥ കഴിഞ്ഞു പോകും എന്ന് പറയുന്നിടത്തെത്തി കുരുവട്ടൂരിസവും കുരുവട്ടൂരി നൗഷാദും. ഇപ്പോഴിതാ നൗഷാദ് കുരുവട്ടൂരിയുടെ പ്രഭാഷണം അപ്പടി മനഃപ്പാടമാക്കി അത് മാത്രം ഛർദിക്കുന്ന കുഞ്ഞം മുസ്ലിയാർ പറയുന്നത് ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങിയവരെയാണ് നിങ്ങൾ ഷെയ്ഖാക്കിയത്, നിങ്ങൾ ഉസ്താദാക്കിയത് എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഇത് നൗഷാദും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കുഞ്ഞം മുസ്ലിയാരും പറയുന്നു. രണ്ടുപേരോടും പറയാനുള്ളത്, നാദാപുരത്ത് പ്രഭാഷണമുണ്ടല്ലോ, ആ പ്രഭാഷണത്തിൽ നിങ്ങൾ വ്യക്തമാക്കണം ഉസ്താദുമാരുടെ കുരുത്തക്കേട് സമ്പാദിച്ച ആരെയാണ് ഞങ്ങൾ ഷെയ്ഖായി കാണുന്നത്, ഞങ്ങൾ ഉസ്താദുമാരായി കാണുന്നത്? കാന്തപുരം ഉസ്താദിനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഉള്ളാൾ തങ്ങളെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിലത് നിങ്ങൾ തുറന്നു പറയണം, ജനങ്ങൾ അറിയട്ടെ നിങ്ങളുടെ കാപട്യം എന്താണ്. ചിലരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒപ്പിച്ചു പോകുന്നത്, എത്ര വലിയവനാണെങ്കിലും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ ഞങ്ങൾ തുറന്നു കാട്ടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരാണെന്ന് വ്യക്തമാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ജനങ്ങളെ അറിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഉസ്താദുമാരുടെ കുരുത്തക്കേട് ഹാഫിദിനെ പോലെ നൗഷാദിനെ പോലെ സമ്പാദിച്ച ആരെയാണ് ഞങ്ങൾ ഷെയ്ഖായി കാണുന്നത്
ഞങ്ങൾ ഉസ്താദുമാരായി കാണുന്നത് അത് നിങ്ങൾ തുറന്നു പറയണം. അല്ലെങ്കിൽ വഹാബികൾക്ക് വേണ്ടി കുഴലൂത്ത് മാത്രം നടത്തുന്ന കപടന്മാരാണെന്ന് ജനങ്ങൾ ഊട്ടിയുറപ്പിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.